ഹായ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഡൈകാസ്റ്റ് വണ്ടികളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡൈകാസ്റ്റ് വണ്ടികൾ ഇവിടെ സാധനം വരുമ്പോൾ നമ്മൾ എൻക്വയറിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മളൊരു റെഗുലർ കസ്റ്റമറായ ഒരു പയ്യൻ വരുന്നുണ്ട്. അപ്പോൾ അവനെ വെച്ചിട്ടൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവനെ വെച്ചുള്ളൊരു വീഡിയോ ആണ്. കാരണം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഒരു വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ട് കറക്റ്റ് പേര് എനിക്കറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് സെറ്റാക്കി എടുക്കാം. എന്താ അർഷാദേ, എന്താണ് ഡൈകാസ്റ്റിൻ്റെ വണ്ടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അതെയോ, നോക്കിയോട്ടെ, ഏത് ഐറ്റം നോക്കിയോട്ടെ. ഇത് നമ്മളെ അർഷാദ് നമ്മൾ പരിചയപ്പെട്ടില്ല അല്ലേ? നമ്മളെ അശ്വിൻ ഗൾഫിൽ പോയിക്കാണ്. അർഷാദ് ഹായ് പറഞ്ഞാൽ. നമ്മളെ പുതിയൊരു ആൾ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ റോയൽ കസ്റ്റമറാണ്. നമ്മളെ ഡൈകാസ്റ്റ് വണ്ടികളിൽ ഏത് പുതിയ കളക്ഷൻ വന്നു കഴിഞ്ഞാലും നമ്മളെ എന്താ പേര് പറഞ്ഞേ? നീലകണ്ഠനാണ് ഫസ്റ്റ് ഇവിടെ വരാറ്. നീലകണ്ഠൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ വരുമ്പോൾ ഡൈകാസ്റ്റ് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കളക്ട് ചെയ്യുക നമ്മളെ നീലകണ്ഠനാണ്. നോക്കിയല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വന്നാട്ടോ അങ്ങനെ ഡൈകാസ്റ്റ് വണ്ടികൾ കളക്ഷൻ വന്നിട്ട് പറഞ്ഞപ്പോൾ സ്റ്റോക്ക് കയറിയതാണ്. അതിലിപ്പോൾ 2-3 മോഡൽ പോയിരിക്കണ്. മോഡൽ ഇന്നലെ വീഡിയോ എടുത്തുമ്പോഴേ 1-2 മോഡലുണ്ട് ഞാൻ പോയിരിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡലാണത്. ഈ അന്ന് ഓർഡർ ചെയ്തല്ലോ നീലകണ്ഠ. ഓക്കെ, അത് നോക്കി നോക്കെ. ഇതേതാ മോഡൽ വരുന്നത്? 86. ഓക്കെ. അപ്പോൾ നീലകണ്ഠ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്താലോ? അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് നമ്മളെ വ്യൂസിനും കാണിക്കാമല്ലോ. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്താളെ. ഇതേതാ മോഡൽ പറഞ്ഞ? ഈ ടയോട്ടയുടെ GR86 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ. അതിനെക്കുറിച്ച് നമ്മളെ വ്യൂവേഴ്സിനൊന്ന് നമുക്കതിനെക്കുറിച്ച് വലിയ ഐഡിയകളില്ല, ഒന്നും പറയാറില്ലേ? അടിയിൽ ഒരു പിന്ന് വരുന്നുണ്ട് കേട്ടോ. ബോണറ്റ് തുറക്കാൻ ഇവിടെ അടിയിൽ ഒരു പിന്ന് വരുന്നുണ്ട്. ബോണറ്റ് തുറക്കാൻ നമുക്ക് നൈസായിട്ട് ബോണറ്റ് തുറക്കാം. എഞ്ചിൻ ബേ കാണാം. എഞ്ചിൻ ബേ അത്യാവശ്യം ഡീറ്റെയിൽഡ് തന്നെയാണ് ഇതിൽ ഇരുന്നത്. പിന്നെ ഡോറ് തുറക്കാം. കുറച്ച് റിസ്ക്കിയാണ് തുറക്കാൻ, പക്ഷെ എന്നാലും മാനേജബിൾ ആണ്. തുറന്നാൽ അതിൻ്റെ ആ ഭംഗി നമുക്ക് കാണാം. ഓക്കെ. ഇന്റീരിയറും പക്ക ഡീറ്റെയിൽഡ് തന്നെയാണ് വണ്ടിയിൽ. ഓക്കെ. അകത്തൊക്കെ നല്ല ഒറിജിനൽ പോലെ അല്ലേ? നല്ല ഫീലിംഗ്. ഫ്രെയിമൊക്കെ വരുന്നത് അലോയ് മെറ്റലാണ്. അത് ശരി. ഒക്കെ അടിപൊളി. അതുമാതിരി വീല് ഒക്കെ അതിന് പെർഫെക്റ്റ് ആയിട്ടൊരു മാച്ച് ആയിട്ട് വരുന്ന ഒരു വീലാണ് വരുന്നത്. വീലല്ലേ? അതെ. അപ്പോൾ ഇതേതായാലും ഈ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെയാണ്. ഓക്കെ. പിന്നെ വരണ മോഡൽ പറയുമ്പോൾ ഇതാണ്. ആഴ്ചയിൽ സ്റ്റോക്ക് കയറുന്ന ഇവിടെ. ഇപ്പോൾ വരുന്നത് ഇവിടെ AMG GTR ഉണ്ട്, ഇവിടെ ലംബോർഗിനി ഉണ്ട്, ലംബോർഗിനി 3 ഉണ്ട്, പിന്നെ ഒരു മെക്ലർ ഉണ്ട്, ലാൻഡ് ക്രൂയിസർ ഉണ്ട്. ഒക്കെ 1:24 സ്കെയിലാണ് വരുന്നത്. പിന്നെ അടിയിലോട്ട് വരികയാണെങ്കിൽ 32. അപ്പോൾ ഇത് അതിൽ ലാൻഡ് ക്രൂയിസറുണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, അതുമാതിരി മസ്റ്റാങ്ക് ഉണ്ട്. പിന്നെ 1:24 തന്നെ വേറെ ബ്രാൻഡ് റേഞ്ച് റോവർ ഉണ്ട്. അതുമാതിരി ഒരു മിലിറ്ററി ബേസ്ഡ് ടാങ്ക് ഉണ്ട് ഇവിടെ. അതുമാതിരി GTR R35, പിന്നെ മസ്റ്റാങ്ക്, പിന്നെ ഡോഡ്ജിന്റെ ചാർജർ പറഞ്ഞ വേരിയന്റ് വരുന്നത്. അതിൽ പല ഡിഫറെന്റ് ഉണ്ട്. ഇതിൽ ഗോൾഡ് ആണ് ഇപ്പോൾ ഉള്ളത്. അതുമാതിരി ഇപ്പുറത്ത് ഒരു ജെറ്റ് ഫ്യൂവൽ കളർ വരുന്നുണ്ട്. പിന്നെ അതുമാതിരി ഇപ്പുറത്ത് ബ്ലൂ, റെഡ്, അങ്ങനെ പല ഡിഫറെന്റ് കളറുകളുണ്ട് ഇവിടെ. ഞങ്ങൾ ഇന്നലെ ഇവിടെ എടുക്കുമ്പോഴേ അവിടെയൊക്കെ വേറെ 3-4 വണ്ടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി അതുണ്ടായത്. പക്ഷേ ഏതാ വണ്ടി എന്നുള്ള നമുക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇവിടെ നിന്ന് കണ്ടില്ല ഡിസ്പ്ലേ ചെയ്തിട്ട്. അതൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ. ഓക്കെ. ഒരു ജെറ്റ് ഫ്ലൂയിൽ ഗ്ലേസിംഗ് ഒരു പെയിന്റ് വർക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കൊടുത്തത് നമ്മളെ ഇതിൻ്റെ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഒക്കെ ഓപ്പണബിൾ ആണ്. ട്രങ്ക് ഓപ്പൺ ചെയ്യാം, ബോണറ്റ് ഓപ്പൺ ചെയ്യാം, അതുമാതിരി ഡോറും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലും. മറ്റേ പറഞ്ഞ മാതിരി തന്നെ ഫുൾ ഡീറ്റെയിൽഡ് ആണ് ഇതിൽ. അത് അഫോർഡബിൾ പ്രൈസിൽ. ഓക്കെ. അടുത്ത റീസ്റ്റോക്ക് ഇത് നമ്മൾ കഴിഞ്ഞനുസരിച്ച് വരും. മിക്കവാറും 2 ആഴ്ചക്കുള്ളിൽ വരേണ്ടതാണ്. അപ്പോൾ ഞാൻ നിന്നെ വിവരം അറിയിക്കാം.
കേട്ടോ. അപ്പോൾ അപ്പോൾ എന്നെ ആദ്യം അറിയിക്കണം. അറിയിക്കും, അതറിയിക്കും. അത് നമ്മളെ ചാനൽ എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ വ്യൂവേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ഒരു ബിഗ് താങ്ക്സ്. പെർഫെക്റ്റ് നോളജ് ഒന്നും ഇല്ല, ഒരു ബേസിക് നോളജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഡീറ്റെയിൽ അടിപൊളിയാണ്. അപ്പോൾ കാണാം അല്ലേ? ശരി. ഹാപ്പി ആയില്ലേ? ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ നീലകണ്ഠൻ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ലേ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വണ്ടിയുടെ അൺബോക്സിംഗ് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.